ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഫില്ലിങ്സ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗരം മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഈ ചിക്കനിലേക്ക് ഒരു കളറിന് വേണ്ടി ഞാൻ ഒരു 1/4 ടീസ്പൂണിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ കുറച്ച് കളറായിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ചിക്കന്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും, അധികം സമയമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാബേജ്, പിന്നെ ഒരു ചെറിയ തക്കാളി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ സവാള, അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ക്യാബേജ്, പിന്നെ നമ്മുടെ തക്കാളിയുടെ ഉള്ളിൽ ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ആ ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വഴറ്റാതെയൊക്കെ ചേർക്കുന്ന സമയത്ത് മക്കൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴിക്കാനൊരു മടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല പോലെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അധികം നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതിൽ മിസ്സായതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബ്രെഡൊന്ന് വേണം. അപ്പോൾ ഇതിൽ ഈ പോക്കറ്റ് ഒന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ബ്രെഡാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡപ്പയുടെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ളതിൻ്റെ പീസ് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസിന് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ആ ഭാഗങ്ങൾ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ റൗണ്ട് രൂപത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ബ്രെഡും നമുക്ക് എത്ര എണ്ണം വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് 2 എണ്ണം വെച്ചാണ് കേട്ടോ നമ്മൾ പോക്കറ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ ഞാൻ ഇനി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ്, അതുപോലെ തന്നെ കുറച്ച് മൈദ നമുക്ക് ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഈ മൈദയിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല പോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഓയിലൊക്കെ പൊരിക്കുന്ന സമയത്ത് വിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നല്ല പോലെ ഓയിലൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് 2 ഭാഗം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്നൊരു ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ നമ്മുടെ ഈ ബ്രെഡൊക്കെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡും ഞാൻ പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ മൈദ മിക്സ് യൂസ് ചെയ്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് മുട്ടയുടെ മിക്സ് യൂസ് ചെയ്താലും മതി കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ മൈദയുടെ മിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ട് മസാല ഉണ്ടല്ലോ, അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മയോണൈസിൽ അതുപോലെ തന്നെ മിക്സിയിലൊക്കെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ളൊരു മസാലയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് പോക്കറ്റാക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പോക്കറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഒരു 8 ബ്രെഡാണ് കേട്ടോ ഫുള്ളായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു 16 പീസ് ഇതുപോലെ പോക്കറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ബ്രെഡ് ആവശ്യം അതിനനുസരിച്ച് ബ്രെഡ് എടുക്കട്ടെ. അതുപോലെ തന്നെ അതിൽ മസാലയിലേക്കുള്ള വെജിറ്റബിൾസും ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോക്കറ്റിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മസാലയുടെ വേണ്ടത് അതിനനുസരിച്ച് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ പോക്കറ്റിൽ നമുക്ക് മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ മസാല ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെല്ലാവരും കുട്ടികൾക്ക് കണ്ടത് ഒരുപാട് ഇഷ്ടപ്പെടുക. അവർക്ക് ഷവർമയൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ പോക്കറ്റ് ഷവർമ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ പോക്കറ്റും ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.